101 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ തന്നെ ഒരു സങ്കീർത്തനമാണ്. എല്ലാ ആഴ്ചയും ഇങ്ങനെ സങ്കീർത്തനങ്ങൾ വായിക്കും, ദാവീദിനെ കുറിച്ചൊക്കെ തന്നെ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ കർത്താവിനെ ഉയർത്തേണ്ട സ്ഥാനത്ത് ദാവീദിനെയാണോ കൂടുതലായിട്ട് പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കരുത്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസവും ബലവും നൽകുന്ന ആണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സങ്കീർത്തനം എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ദാവീദ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് താൻ ജീവിച്ചു. എന്നാൽ അവിടുന്ന് ദൈവം തന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തി. താൻ ആ രാജസ്ഥാനത്ത് കടന്നു വന്നെങ്കിലും താൻ എന്താണ് തൻ്റെ അവസാനം വരെ ദൈവത്തോടുള്ള ഈ ഒരു ബന്ധത്തിൽ താൻ മുമ്പോട്ട് പോകുവാനിടയായി. അപ്പം ദാവീദിനെ കുറിച്ച് ദൈവം പറയുകയാണ്, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു. നമുക്കറിയാം, നീതിമാൻ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തവൻ, ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനല്ല നീതിമാൻ. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ അതിനെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ. അപ്പം നമ്മൾ തെറ്റിനെ മറച്ചു വെക്കുന്നതല്ല ഒരു നീതിമാന്റെ ലക്ഷണം. തെറ്റ് പറ്റിയെന്ന് ബോധ്യമായാൽ അത് ദൈവസന്നിധിയിൽ അന്നേരം തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ ആ തരുണത്തിൽ നോക്കുകയാണെങ്കിൽ ദാവീദ് ദൈവം പറയുകയാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ഇവിടെ പറയുന്നത്, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ദയ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. അപ്പം തൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരു യൗവന കാലഘട്ടം അല്ലെങ്കിൽ ഒരു ബാല്യകാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ കാട്ടിൽ ആടിനൊപ്പം ആയിരുന്ന സാഹചര്യങ്ങളുണ്ട്. തൻ്റെ സഹോദരന്മാരൊക്കെ അന്നത്തെ രാജാവിൻ്റെ പടയാളികളായൊക്കെ സേവനം ചെയ്തപ്പോഴും ഇദ്ദേഹത്തെ അപ്പോൾ തൻ്റെ സഹോദരന്മാരായാലും തൻ്റെ മാതാപിതാക്കളായാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. താൻ അന്ന് ഒരുപാട് സങ്കീർത്തനങ്ങൾ പാടി. അപ്പം ദാവീദ് ഒരിക്കലും ഇത് മറന്നു പോയിട്ടില്ല, താൻ ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ. അപ്പം ദാവീദിൽ എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു, ഒരു പാട്ടുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവം നടത്തിയ ആ വിധങ്ങളെ നമ്മൾ ഇന്ന് ഓർക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത് 10 കൊല്ലം 15 കൊല്ലം ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 4 വർഷമായി. 2021 സ്നാനപ്പെട്ടു. ഞാൻ ആ സ്നാനപ്പെട്ട സമയം ഞാനിന്ന് ഓർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പായ വരച്ചിട്ട് ഞാൻ ആ പായ മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പായത്തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, കരയും, പ്രാർത്ഥിക്കും, ആയിത്തന്നെ കിടന്നു. സ്വന്തം കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഞാൻ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ആ പായത്തന്നെ കിടന്നു. പിന്നെ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആ പായത്തിനെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്നത്തെ ആ ഒരു കഷ്ടത മാറിക്കാണും എന്നുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ നമ്മളാകരുത്. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഇന്ന് ഓർക്കണം, അയവിറക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. സ്വതന്ത്രം. അത് ഞാനായാലും നമ്മൾ ഓരോരുത്തരായാലും എന്തായിരിക്കണം, നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഓർക്കുക. സ്വതന്ത്രം. നമുക്കറിയാം 1 ശമൂവേൽ 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശൗൽ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും. ശൗൽ, ഈ ശൗലും ഇതുപോലെയായിരുന്നു. ശൗലിനെ ദൈവം ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട്, അതായത് മുഴുവൻ ഇസ്രായേലിൻ്റെ യഹൂദയുടെ മുഴുവൻ അതിൻ്റെ രാജാവായിട്ട് ശൗലിനെ തിരഞ്ഞെടുത്തു. ഈ ശൗലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ശൗല് തന്നെ വിലയിരുത്തുന്നൊരു ഭാഗമാണ് ഈ 1 ശമൂവേൽ 18-ന്റെ. അപ്പോൾ ശൗല് പറയുകയാണ്, ദാവീദ് രാജാവിൻ്റെ 1 ശമൂവേൽ 9-21. അതിൽ ശൗല് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവൻ. എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ എന്നോട് ഇങ്ങനെ എന്നോട് പറയുന്നത് എന്താ എന്ന് ചോദിച്ചു. അവരുടെ സാഹചര്യം, ശമൂവേൽ പ്രവാചകൻ ഈ ശൗലിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് കടന്നു വരുന്നത്, അഭിഷേകം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ശൗലിന് തന്നെക്കുറിച്ച് തന്നെ ബോധ്യം വരികയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ.
എൻ്റെ കുടുംബം ഈ ബെന്യാമിൻ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറുതുമാണ്. സ്വന്തം. അപ്പം എന്നോട് നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അപ്പം എനിക്ക് എന്ത് യോഗ്യതയാ ഈ ഇസ്രായേലിന് രാജാവായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് അവിടെ ചോദിക്കുകയാണ്. സ്വന്തം. നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 15:17 1 ശമൂവേൽ 15:17 നമുക്ക് അതിനോടനുബന്ധിച്ചൊരു കാര്യം കാണാൻ സാധിക്കും. 15:17 കാണുന്നത്, ശമൂവേല് ഈ ശൗലിനോട് പറയുകയാണ്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്തില്ലയോ എന്ന് ശമൂവേൽ പ്രവാചകൻ ഈ ശൗലിനോട് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം ശൗല് തന്നെ തന്നെത്താൻ പറയുകയാണ്, ഞാനൊന്നുമില്ല, എൻ്റെ ഗോത്രമൊന്നുമില്ല, ആ ഗോത്രത്തിൽ തന്നെ എൻ്റെ കുടുംബം തീരെ എനിക്ക് അവകാശം പറയാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി പിന്നത്തേതിൽ ഇതെല്ലാം മറന്നിട്ട് ഇതെല്ലാം മറന്നിട്ട് പ്രവാചകൻ വന്ന് ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നു, ആ ഒരു കാലം നീ മറന്നു പോകരുത് എന്ന് പ്രവാചകൻ ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വത്രം. നമ്മൾ ചിന്തിച്ചു കൊടുക്കുക, ഈ ശൗല് ഇസ്രായേലിന് രാജാവായി 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. ഈ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഈ മുഴുവൻ ഇസ്രായേലിലും ഏറ്റവും ഹൈറ്റുള്ള വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ 40 വർഷം താൻ ഭരിച്ചപ്പോഴും യഹോവയുടെ പെട്ടകം എവിടെയായിരുന്നു? ശത്രു സൈന്യം പിടിച്ചുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ശൗൽ എന്ന് പറയുന്ന രാജാവിന് ഈ പെട്ടകം തിരികെ കൊണ്ടുവരുവാൻ ശൗലിന് കഴിഞ്ഞില്ല. നമ്മൾ വായിച്ച ഈ 15-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു രാജാവ് ചെയ്യാൻ പാടില്ലാത്ത, പുരോഹിതൻ ചെയ്യേണ്ടതായ കാര്യം ഈ രാജാവ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ താൻ എന്തായി? താൻ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണു പോകുന്ന ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അന്നേരമാണ് ഈ ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേൽസിനേക്കാളും നല്ലതെന്ന് ഈ ശൗൽ എന്ന രാജാവിനെ ഈ പ്രവാചകൻ വന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവവചനം അനുസരിക്കുന്നത് പോലെ എന്തുണ്ട്? മറ്റൊന്നുമില്ല. നമ്മൾ എത്ര യാഗം കഴിച്ചാലും നമ്മളെ തന്നെ എന്തൊക്കെ എന്നെ തന്നെ ചുടുവാൻ ഏൽപ്പിച്ചാലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം. ഇവിടെ പറയുകയാണ്, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേൽസിനേക്കാളും നല്ലത്. അപ്പം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ആര് പറയുന്നു അല്ലെങ്കിൽ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമുക്ക് ആ ദൈവവചനം അനുസരിക്കുവാൻ കഴിയുന്നുണ്ടോ, അത് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ശൗലിന്റെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചത് കണ്ടു. തനിക്ക് യോഗ്യതയൊന്നുമില്ല എന്നൊക്കെ താൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് പ്രവാചകൻ ഓർമ്മിപ്പിച്ചു. താൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ തനിക്ക് എന്താണ്? പിന്നെ തന്റെ ജീവിതത്തിൽ വരുന്നുണ്ട് മത്സരം. അതായത് എൻ്റെ മോനെ എനിക്ക് രാജാവാകണം. പിന്നെ അത് മത്സരം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സ്വത്രം. അതിനായിട്ട് എന്ത് ചെയ്തു? യഹോവ അഭിഷേകം ചെയ്ത ദാവീദിനെ കൊല്ലുവാൻ അവരുടെ പുറകിനാണ് സ്വത്രം. ഈ ഒരു വീഴ്ച തന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. നമുക്ക് അടുത്തതായിട്ട് ദാവീദിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ 1 ശമൂവേൽ 18:18 നമുക്ക് നോക്കാം. അതിൽ എങ്ങനെയാണ് പറയുന്നത്? ദാവീദ് തന്നെ പറയുകയാണ്. ദാവീദ് ശൗലിനോടാണ് പറയുന്നത്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ ഇസ്രായേലിൽ എൻ്റെ അസ്മാദികളും എൻ്റെ പൃഥുഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ദാവീദിനെ തന്നെക്കുറിച്ച് തന്നെ ബോധ്യം വരികയാണ്. ഇസ്രായേലിൽ ഞാൻ ആരാം? ഞാനും എൻ്റെ അസ്മാദികളും എൻ്റെ പൃഥുഭവനവും ഒന്നുമില്ല സ്വന്തം എന്ന് ദാവീദ് തന്നെ താൻ പറയുകയാണ്. സ്വന്തം 18:23 അദ്ദേഹം പറയുകയാണ്, ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നത്. ദാവീദിനെ തന്നെക്കുറിച്ച് തന്നെ ബോധ്യം ലഭിച്ചിട്ട് ദാവീദ് പറയുകയാണ്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. സ്വതന്ത്രം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷെ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ ന്യായം എന്നിവയെക്കുറിച്ച് പാടുവാൻ ദാവീദ് മറന്നില്ല. കാരണം ദാവീദിന് ഉത്തമ ബോധ്യമുണ്ട്, അവസാന നിമിഷം വരെ ഉത്തമ ബോധ്യമുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ദാവീദിന് അവിടെ ലഭിക്കുകയാണ്. സ്വതന്ത്രം. 2 ശമൂവേൽ 7:19 നോക്കിയാൽ നമുക്ക് കാണാം. 2 ശമൂവേൽ 7:19 കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ച് നീ അറിവ് ചെയ്തിരിക്കുന്നു. സ്വതന്ത്രം. ദാവീദ് വീണ്ടും ആ കാര്യം ഓർമ്മ വരികയാണ്. ദാവീദ് വീണ്ടും ഇതൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സ്തുതികളാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്വതന്ത്രം.
അപ്പം നമ്മളും ഓർത്തുകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോടുള്ള സ്തുതി. ഇപ്പം കഴിഞ്ഞ കാലത്ത് നമ്മൾ ഒരു പക്ഷേ പട്ടിണിയിലായിരുന്നു കാണും, പ്രയാസത്തിലായിരുന്നു കാണും, ബുദ്ധിമുട്ടിലായിരുന്നു കാണും. ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ച് ഇത്രയും നമ്മളെ കൊണ്ടുവന്നു, നമ്മളെ ഇത്രയും നടത്തി. എന്നാൽ നമുക്ക് ഇന്ന് അതിനെ ഓർത്ത് നന്ദി പറയുവാൻ കഴിയുന്നില്ല. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയേണ്ടതിന് പകരം നമ്മൾ ലഭിക്കാത്ത നന്മകളെ ഓർത്ത് ദൈവത്തോട് വിഷമം പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അതാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുക, ലഭിക്കാനുള്ള നന്മകളൊക്കെ ദൈവം അതിൻ്റെ പുറകാലം തന്നുകൊള്ളും എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. സ്വന്തം എഫേസ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ നിയമ വിശ്വാസി എന്ന നിലയിൽ ദൈവം നമുക്ക് ചെയ്തു തന്നത് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം അവിടെ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ ഉയർപ്പിച്ചു എന്നാണ് പറയുന്നത്. സ്വന്തം നമ്മളെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നാം എന്തായിരുന്നു? നാം പാപത്തിന് അധീനപ്പെട്ട് കിടന്ന ഒരു ജീവിതമായിരുന്നു. സ്വന്തം അവിടെ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ രക്തം ഒഴുക്കി നമ്മെ വിലക്കുക. ഈ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പാപജലത്തെ നമ്മൾ സ്നാനജലത്തിൽ അടക്കി. നമ്മൾ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നമ്മൾ സ്നാനപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതുപോലെ നമ്മുടെ പാപജലത്തെ ആ സ്നാനജലത്തിൽ അടക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പാപത്തെ, ആ ജലത്തെ നമ്മൾ അവിടെ ഉപേക്ഷിക്കുക ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ എന്ത് സംഭവിക്കുന്നു? അവൻ പുതിയ സൃഷ്ടിയായി ചെയ്യും, പഴയത് കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അതിന് ഇനി നമുക്ക് എന്താ പറയുന്നത്? ഇനി ഒരു ശത്രുവിനും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മളെ ചോദ്യം ചെയ്യുവാൻ കഴിയത്തില്ല. സ്വന്തം കാരണം യേശുക്രിസ്തു ആ പാപത്തെ വഹിച്ചു. നമുക്കറിയാം, ഈ പാപം നമ്മൾ ചെയ്യുന്നു, നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന ഒരു സംഗതി കൂടെ ഉണ്ട്, ശാപം എന്ന് പറയും. അത് പാപത്തിൻ്റെ നിഴലാണ്, ശാപം. അപ്പം പാപം നമ്മൾ ചെയ്ത് കഴിയുമ്പം പാപവും നമ്മളെ പിന്തുടരുന്നുണ്ട്, ശാപവും നമ്മളെ പിന്തുടരുന്നുണ്ട്. നമുക്കിത് അറിയുന്നില്ല. അപ്പം നമ്മൾ പറയും, എവിടെ പോയാലും രക്ഷപ്പെടുന്നില്ല, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല. സ്വന്തം നമ്മൾ ഓർത്തുകൊള്ളുക, പാപമുണ്ട്, ശാപമുണ്ട്. സ്വന്തം അപ്പം ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വിശ്വസിച്ച് അത് സ്നാനമേൽക്കണം. ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നൊരു ദൈവവചന വ്യവസ്ഥയില്ല. ദൈവവചന പ്രകാരം ജീവിച്ചാൽ സ്വന്തം നാം എന്ത് നേടും? നാം നിത്യതയ്ക്ക് അവകാശികളാകും. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇവിടെ വന്നു, ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വന്നു, വീട്ടിൽ ചെന്ന് ബൈബിൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഇവിടെ വരുമ്പം തുറക്കുന്ന സാഹചര്യമാണെങ്കിൽ സ്വന്തം അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മളോട് സംസാരിക്കണമെന്ന്, നമ്മളോട് ഇടപഴകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ദൈവം സ്നേഹമാകും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മൾ ഈ ആഴ്ച ബൈബിൾ കൊണ്ടുവച്ചിട്ട് അടുത്ത ആഴ്ചയാണ് ഈ ബൈബിൾ തുറക്കുന്നതെങ്കിൽ ഈ ഒരാഴ്ചക്കാലം നമ്മൾ എവിടെയായിരുന്നു? നാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി ചെല്ലുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇത് മറന്നു പോകരുത്. നമ്മൾ ദൈവസന്നിധിയിൽ സ്വന്തം മടങ്ങി ചെല്ലുന്നവരായിരിക്കണം, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായിരിക്കണം. കാരണം ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് മുമ്പോട്ട് ഗൈഡൻസ് തരേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം അതിന് നമ്മൾ ഇരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയത്തുള്ളൂ എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഈ എഫേസ്യർ 2:4 പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. സ്വന്തം അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം നമ്മളൊരിക്കലും ഇങ്ങനെ തെറ്റിപ്പോകുന്നവരാകരുത്, ദൈവത്തിൽ നിന്ന് ഓടിയാകുന്നവരാകരുത്. ആ മുടിയനായ പുത്രൻ നമുക്കറിയാം, താൻ എത്രത്തോളം ഓടിയാകുന്നു, ശേഷം പിന്നെന്ത് സംഭവിച്ചു? താന് പന്നി തിന്നുന്ന വാളവർ തിന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം തനിക്ക് ബോധം വന്നു. താന് എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളൊരു ബോധ്യം തനിക്ക് അന്നേരമാണ് വന്നത്. സ്വന്തം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം വന്നിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതല്ല നല്ലത്. അതിന് മുന്നമേ തന്നെ നാം എന്തായിരിക്കണം? ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവരായിരിക്കണം എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും,
യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇപ്പൊ സ്വതന്ത്രം നമുക്കിതിലൊന്നും പ്രശംസിക്കാൻ എന്തില്ല, നമുക്ക് അവകാശമില്ല എന്നൊരു കാര്യം നാം ഓർത്തു കൊള്ളുക. നമുക്കറിയാം, നമ്മൾ നാട്ടിലിപ്പം ഒരു വലിയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ ഇന്ന കുടുംബത്തിലെയാണ് അല്ലേ. നമുക്കറിയാം, ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ അറിയാം പകലോമറ്റം കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അപ്പം നമുക്കൊരു അഭിമാനം പോലെ പകലോമറ്റം. അപ്പം നമുക്കൊരു ബന്ധമില്ലെങ്കിൽ നമ്മളും പറയും ഞങ്ങളും പണ്ട് അവിടുത്തെ ഒരു ഇതായിരുന്നു പറയാം. അപ്പം അത് പറയുകയാണ്, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശംസിക്കരുത്. അപ്പോൾ ഒരാൾക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ലോകപ്രകാരമുള്ള അറിവുണ്ട് എന്ന് വിചാരിക്കട്ടെ, താൻ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് എന്ന് പറയുകയാണ്. തനിക്ക് ബന്ധുതയുണ്ട്, പിടിപാടുണ്ട്, അനവധി പേരെ അറിയാം ആയിരിക്കാം, പക്ഷെ താൻ ഇതിലൊന്നും പ്രശംസിക്കരുത് എന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് എന്ന് പറയും. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ ബലമോ നമ്മുടെ ധനമോ ഒന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമില്ല എന്നുള്ളതാണ്. 1 കൊരിന്ത്യരുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 25-26 ഒക്കെയാണെന്ന് തോന്നുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ബലവാനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്, ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ നികൃഷ്ടവും ബലഹീനവും ഏതുമില്ലാത്തതുമാണ് തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിയോ നമ്മുടെ അറിവോ ഒന്നും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. സ്വന്തം നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ എന്താണ് ദൈവം നമ്മൾ പ്രസാദിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ്, പ്രശംസിക്കുന്നവൻ എന്താണ്? പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കുന്നു. സ്വന്തം പ്രശംസിക്കുന്ന വ്യക്തി എന്തിനാണ്? ദൈവത്തിൽ പ്രശംസിക്കണം. സ്വന്തം ആ ദൈവം എന്താണ്? ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നിങ്ങനെ നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞ് അതിൽ നമ്മൾ പ്രശംസിക്കുക. സ്വന്തം നമ്മൾ മനസ്സിലായിട്ടുള്ളത്, അനേകർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. സ്വന്തം അനേകർ ഒരു ക്രിസ്ത്യാനികളാണ് എന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ ബൈബിളൊക്കെ വെച്ച് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തുകൊള്ളുക, ഈ കർത്താവിനെ അല്പമെങ്കിലും അറിയുവാൻ നമുക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട് എന്നൊരു കാര്യം ഓർത്ത് നാം എന്ത് ചെയ്യണം? നമ്മൾ അതിൽ പ്രശംസിക്കണം. ശ്രോത്രം അതിലില്ല ശ്രോത്രം അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ യോഹന്നാന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 10-ന്റെ 27 വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട്, എൻ്റെ ആടുകൾ എന്ത് ചെയ്യും? എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. സ്വന്തം നാം വാസ്തവമായും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആടുകളാണ്, ദൈവത്തെ അനുഗമിക്കുന്നവരാണ് എങ്കിൽ നാം എന്ത് ചെയ്യുന്നവരായിരിക്കും? നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കും. അല്ല എങ്കിൽ നാം എന്ത് പറയും? ദൈവം സംസാരിക്കത്തില്ല, ദൈവം പ്രവർത്തിക്കത്തില്ല, ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടേതായ കുറേ ന്യായീകരണങ്ങളിൽ മുഴുകി നമ്മൾ മുമ്പോട്ട് ജീവിക്കാനിടയാകും. നാം വാസ്തവമായിട്ടും കർത്താവിൻ്റെ ആടാണ് എങ്കിൽ നാം നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. അതാണ് ഈ 10-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം ശബ്ദം കേൾക്കുന്ന ആടുകൾ എന്ത് ചെയ്യും? ഇടയനെ അറിയുകയും ഇടയനെ അനുഗമിക്കുകയും ചെയ്യും. ശബ്ദം കേൾക്കാത്ത ആടുകൾ എന്ത് ചെയ്യും? ഇടയനെ അറിയത്തില്ല, ഇടയനെ അനുഗമിക്കത്തില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവരൊന്നിൽ ആ കാട്ടിൽ തന്നെ പെട്ടുപോകും. അതല്ല എങ്കിൽ മറ്റു പല ജീവികൾ വന്ന് അവയെ കടിച്ചു കയറി കളയുവാൻ ഇടയാകും. അതുകൊണ്ട് നാം ഓർത്തുകൊള്ളുക, നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ താണിരിക്കണം. സ്വതന്ത്രം. അപ്പം നമ്മൾ ഇപ്പം സങ്കീർത്തന ശുശ്രൂഷയായിരിക്കാം, അത് കഴിഞ്ഞ് വചന ശുശ്രൂഷയായിരിക്കാം, ഇതിലൊക്കെ എന്താണ്? നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കണം. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, അവനുള്ളതെന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചിട്ട് പോകും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. അതാണ് ആദ്യമേ പറഞ്ഞത്, ആര് പറയുന്നു, എന്ത് പറയുന്നു, ആര് പറയുന്നു എന്നുള്ളത് കാര്യമല്ല. നമുക്ക് ദൈവശബ്ദം ഈ ഞായറാഴ്ച കേൾക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളത് നാം ഓർത്തുകൊള്ളണം. സ്വന്തം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കലും നമുക്കറിയാം, ഈ 2 ശതമാനം 3-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിൽ അതിനകത്ത് ദാവീദ് രാജാവ് പറയുന്നൊരു കാര്യമാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചതെങ്കിലും ഇന്ന് ബലഹീനനാണ്. സ്വന്തം
അത് ഈ ശുശ്രൂഷിക്കുന്ന വ്യക്തികളൊക്കെ എന്ത് സംഭവിക്കും? നമുക്കറിയാം, പാസ്റ്റർമാരായാലും ആരായാലും ഏത് സാഹചര്യത്തിലായാലും അവരും ഒക്കെ ബലഹീനരായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചതാണ്. നമുക്കറിയാം, അഭിഷേകത്തിൻ്റെ അത് വേറൊരു തലമാണ്. അഭിഷേകം അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് രാജാഭിഷേകമാണ് ദാവീദ് പ്രാപിച്ചിരിക്കുന്നത്. പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, പക്ഷെ ഇന്ന് ബലഹീനനാണ്. അപ്പം നമ്മൾ എന്താണ് അപ്പം ഈ സെരൂയയുടെ പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരാണ് എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പം ഈ രാജാഭിഷേകം പ്രാപിച്ച വ്യക്തിയെ പോലും മടുപ്പിച്ച് കളയുന്ന, അത് അവരെ പോലും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ. അത് എന്താണ്? അത് രാജാവിൻ്റെ പ്രജകളിലും അത് കടന്നു വരാം. ഒരു സഭ എന്നുള്ള നിലവാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സഭയിലും കടന്നു വരാം. ഒരു ഭവനം എന്നുള്ളതിൽ നോക്കുമ്പോൾ നമുക്ക് ഭവനത്തിലും ഈ മടുപ്പിക്കുന്ന ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധിയിൽ ബലപ്പെട്ട് മുമ്പോട്ട് പോകണം. ഈ മടുപ്പിക്കുന്ന അന്ധകാരങ്ങളൊന്നും നമ്മളിതിനെ വിവേചിച്ചറിയുവാൻ നമുക്ക് ഒരു പ്രാപ്തി വേണം. സ്വന്തം ഇത് മടുപ്പിക്കുന്ന ഒരു ശക്തിയാണ്, നമ്മളെ പുറമോട്ട് പിടിപ്പിക്കുന്ന ഒരു ശക്തിയാണ്, നമ്മളെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുന്ന ഒരു ശക്തിയാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊള്ളണം. സ്വന്തം ആയതിനാൽ ഇതിലൊന്നും നമ്മൾ കടന്നു പോകേണ്ട. നമുക്ക് ഇവിടെ നിന്ന് ദൈവാത്മാവിൽ നിറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയണം. സ്വന്തം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി പൂർത്തീകരിച്ച് സത്യത്തിൻ്റെ വചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രക്ഷിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി അന്ത്യത്തോളം നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ സ്വന്തം നമ്മൾ കേട്ടതുപോലെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. ആ ശബ്ദത്തെ നമുക്ക് അനുകരിക്കുവാൻ നമുക്ക് കഴിയണം. സ്വന്തം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്വന്തം